കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ആദർശിന്റെ നയനയുടെ നാളത്തെ നല്ലൊരു പ്രമോ വിശേഷം കണ്ടാലോ. അങ്ങനെ നാളത്തെ പ്രമോ വിശേഷത്തിൽ നമ്മൾ കാണുന്ന അബിക്കിട്ടും ജലജിക്കിട്ടും 8ന്റെ പണി കിട്ടുകയാണ്. ഒരിക്കലും സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്ത പണികളാണ് കിട്ടുന്നത്. അപ്പൊ അതിന് നല്ല നല്ല കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണുന്നത്. ഇന്ന് തന്നെ നമ്മൾ കണ്ടു. അങ്ങനെ ക്ഷേത്രത്തിൽ വന്ന് അനാമികയുടെ അനിയുടെ വിവാഹത്തിന് വേണ്ട എല്ലാ പരിഹാര ക്രിയകളും ചെയ്യുവാണ്. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നവ്യക്കും ചില ദോഷങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ആ ദോഷങ്ങളൊക്കെ മാറണമെങ്കിൽ അമ്മായിമ്മയും ഭർത്താവും കുറച്ച് കർമ്മങ്ങളൊക്കെ ചെയ്യണമെന്ന് പറയണം, പരിഹാരക്രിയകൾ. അങ്ങനെ ജലജേനെ അഭിനയം പിടിച്ചിരുത്തി. അങ്ങനെ പിടിച്ചിരുത്തിയതിന് ശേഷം പൂജാരി പറഞ്ഞു, ഒരു തേങ്ങ എടുത്തോണ്ട് വന്ന് തേങ്ങ കൊടുക്കണം. ഈ തേങ്ങ അവരുടെ രണ്ടുപേരും തലയ്ക്കൊഴിഞ്ഞ് അന്ന് അടക്കലടിക്കണമെന്ന് പറയാം. അത് കൊടുക്കുന്നോ കനകയുടെ ഇലയ്ക്കാ തേങ്ങ കൊടുക്കണേ. അങ്ങനെ കനക എന്ത് ചെയ്യുവാണ്, ആ തേങ്ങ വാങ്ങിച്ചു 3 വട്ടം തലയ്ക്കൊഴിഞ്ഞ് അവരുടെ തലയ്ക്കൊഴിഞ്ഞിട്ട് ഒറ്റ അടി അടിക്കുകയാണ്. പക്ഷെ നടക്കെ കൊണ്ടല്ല അടിച്ച്, അത് നേരെ ജലജയുടെ തലയെ വെച്ചാൽ അടിച്ചു പൊട്ടിക്കുന്നത്. ജലജ അയ്യോ എന്ന് പറഞ്ഞു ഒറ്റ കരച്ചിലായിരുന്നു. ഈ സമയം ചുറ്റും നിന്നവരൊക്കെ ഒരു നിമിഷം ഒന്ന് അന്തം വിട്ടുപോയി. ജലജ തല പൊട്ടി, എന്റെ തല പൊട്ടിപ്പോയെന്ന് പറഞ്ഞ് കിടന്ന് അലറി വിളിക്കുകയാണ്. പെട്ടെന്ന് തിരുമേനി പറഞ്ഞു, അയ്യോ നിങ്ങൾ നിലവിളിച്ചു കൂടാന്ന് പറയാണ്. ഈ സമയം അബിയും ജലജ അവിടെ നിന്ന് ചാടി എഴുന്നേക്കാൻ തുടങ്ങി. ഇങ്ങനെ കർമ്മങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് അവിടെ നിന്ന് എഴുന്നേറ്റുകൂടാ, അത് ദോഷം ചെയ്യും. നവ്യയ്ക്കും ദോഷം ചെയ്യും, അവരുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനും ദോഷമാണ്, എഴുന്നേറ്റുകൂടാന്ന് പറയാണ്. എന്ത് ചെയ്യണം എന്നറിയത്തില്ല. ജലജ ഇരുന്ന് വിങ്ങി വിങ്ങി കരയുവാണ്, കണ്ണ് നിറഞ്ഞൊഴുകുവാണ്, തല ഇങ്ങനെ പൊത്തി പിടിച്ചേക്കുക. തല പൊട്ടി പോകുന്നൊരു ഫീലാ ജലജയ്ക്ക് തോന്നുന്നേ. ജലജ കനകയെ ദേഷ്യപ്പെട്ട് നോക്കുക. കനകയാണിതൊന്നും അറിയാത്ത മട്ടിൽ ഇങ്ങനെ നിൽക്കുക. പെട്ടെന്ന് അവൾ ജലജ ചോദിച്ചു, അല്ല നിന്നോട് നരയ്ക്കാൻ കൊണ്ടേലും അടിക്കാൻ പറഞ്ഞു, നീ എന്റെ തലയിലടിച്ചെന്നാ? ഞാൻ വിചാരിച്ച തലയിലടിക്കാനാന്നാ, അങ്ങനെയാ ഞാൻ കേട്ടെ, അതാ ഞാൻ തലയിലടിച്ചെന്ന് പറയണം. ജലജയ്ക്ക് മനസ്സിലായി ഇവളും മനഃപൂർവ്വം തനിക്കിട്ട് പണി തന്നാന്നുള്ള കാര്യം. പക്ഷെ കൂടുതൽ അവിടെ നിന്നും പറയാൻ പാടില്ല. തിരുമേനി പറഞ്ഞു, അതെ ഒരു കാര്യം പരിഹാരക്രിയ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സംസാരിക്കാൻ പാടില്ല, സംസാരിക്കാതിരിക്കണമെന്ന് പറയാണ്. പിന്നീട് ഒരു ശൂലം എടുക്കുവാണ്. അവ ശൂലം എടുത്ത് അതൊക്കെ ഇങ്ങനെ പൂജിച്ചിട്ട് നേരെ നവ്യേനെ വിളിക്കുകയാണ്. നവ്യേനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇത് ഭർത്താവിന്റെ നാവിൽ കുത്തണമെന്ന് പറയാം. ഇത് കേട്ടതും ഒരു നിമിഷം അബി അന്തം വിട്ട് നിന്നുപോയി. അബി ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമല്ല. അങ്ങനെ നവ്യയുടെ കയ്യിലേക്ക് ശൂലം കൊടുത്തു. അബിയോട് നാക്ക് നീട്ടാൻ പറഞ്ഞു. അബി നാക്ക് നീട്ടിയതും നവ്യ അത് കുത്തി ഇറക്കിയത് ഒരുമിച്ചായിരുന്നു നാരങ്ങ വെച്ച്. അബിക്ക് സംസാരിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയായിപ്പോയി. ഒന്നും ഒന്ന് ചീത്ത പറയാനോ ഒന്നിനും പറ്റില്ല. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ജലജയ്ക്കാണെങ്കിൽ സർവ്വ നിയന്ത്രണം വിട്ടുപോയി. തനിക്ക് കിട്ടിയേക്കാളും വലിയ ശിക്ഷയാണ് അബിക്ക് കിട്ടിയിരിക്കണേ. അബിയാണല്ലോ നവ്യനെ എണ്ണ ഒഴിച്ചവിടെ വീഴിക്കാൻ ശ്രമിച്ച ആള്. അപ്പൊ നവ്യനെ വീഴിക്കാൻ നോക്കിയാൽ നല്ലൊരു ശിക്ഷ തന്നെയാണ് അബിക്കും കിട്ടിയിരിക്കുന്നത്. അബിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പിന്നീട് പറഞ്ഞു, അതെ അബിയോട് പറഞ്ഞു, അവിടെ നിന്ന് എഴുന്നേറ്റിട്ട് ഒരു പട്ടുപോലെ തുണി കൊടുക്കുകയാണ്. ഇതും വെച്ചുകൊണ്ട് ഇവന് ക്ഷേത്രത്തിന് ചുറ്റും നടന്ന് തെണ്ടാൻ പറയണം. തെണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരുടെ മുന്നിൽ ഈ പാത്രം വെച്ച് ഈ തുണിയും വെച്ച് എല്ലാവരുടെ മുന്നിൽ കൂടെ ചെല്ലണം. അവരെന്തെങ്കിലും നാണയത്തോട്ട് ഇട്ട് തരുവാണെങ്കിൽ അതുകൊണ്ടെന്ന് ദേവിയുടെ മുന്നിൽ സമർപ്പിക്കാൻ പറയാണ്. അബിക്ക് വേറെ നിർവാഹമില്ലായിരുന്നു. ഒന്നാമത്തെ കാര്യം വേദന. എന്തേലും ചെയ്യാൻ പറ്റുമോ? അബി എന്ത് ചെയ്യുവാണ്, അങ്ങനെ ആ തുണി മേടിച്ചോണ്ട് ചുറ്റിനും നടക്കുവാണ്. അങ്ങനെ ഓരോരുത്തരും നാണയത്തുട്ടുകളൊക്കെ കൊടുത്തു. ഈ സമയം ജലജയാണെങ്കിൽ ആകെപ്പാടെ പെട്ടിരിക്കുവാണ്. തല പൊട്ടിപ്പൊളരുന്ന വേദനയാണ്. അങ്ങനെ അബി പിന്നീട് ആ നാണയത്തുട്ടുകളൊക്കെ ദേവിയുടെ ഇതൊക്കെ കൊണ്ട് ഇടുവാണ്. അബിക്ക് വേദന കാണും ഒരു വശം. ഈ സമയം ജലജയുടെ അടുത്തേക്ക് കനക എന്നിട്ട് ചോദിച്ചു, എങ്ങനെയുണ്ട് ഇപ്പൊ, കുഴപ്പമുണ്ടോ കുറവുണ്ടോ എന്നൊക്കെ ചോദിക്കണം. വേണേ ഞാൻ വീശിത്തരാം. മിണ്ടാതെ പൊക്കം അവിടുന്ന്. ശരിക്കും സംസാരിക്കാൻ പോലും ജലജയ്ക്ക് പറ്റില്ല. ആ ഒരു അവസ്ഥയായിപ്പോയി. അമ്മാതിരി തേങ്ങേടി അല്ലായിരുന്നോ കനക നടത്തിയത്. നിനക്കൊട്ട് ഞാൻ വെച്ചിട്ടുണ്ടോ എന്ന് ജലജ മനസ്സിൽ പറയാം. പക്ഷെ ഈ സമയത്ത് ജലജയ്ക്ക് ഒന്നും പറയാനുള്ള ഒരു ആരോഗ്യം പോലും ഇല്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരിക്കണേ. അങ്ങനെ പരിഹാരക്രിയകളൊക്കെ ചെയ്ത് എല്ലാവരും കൂടെ പോയി തൊഴുത് പ്രാർത്ഥിക്കുകയാണ്. പിന്നീട് തിരുമേനി പറഞ്ഞു, അല്ല വീട്ടിലൊരു മുളപ്പാരി വെച്ചിട്ടില്ലേ, ആ മുളപ്പാരി നന്നായിട്ട് മുളയ്ക്കണം. മുളച്ചതിന് ശേഷം പിന്നെ അതും കൂടെ കൊണ്ടുപോയി ഒഴുക്കി കഴിഞ്ഞാൽ പിന്നെ കല്യാണത്തിന്റെ കാര്യങ്ങളൊക്കെ നടത്താം, പിന്നെ തടസ്സങ്ങളൊന്നും ഉണ്ടാവില്ലെന്ന് പറയാം. അങ്ങനെ അവരെല്ലാരും കൂടെ വീട്ടിലേക്ക് പോരുക. വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് ചില ആകെപ്പാടെ തകർന്ന മട്ടിലിരിക്കുകയാണ്. ഈ സമയത്ത് മുത്തശ്ശനും മുത്തശ്ശിയും വരുന്നേ. അവരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു, എന്താ അവിടെ നടന്നേന്നൊക്കെ പറഞ്ഞു. മുത്തശ്ശൻ പറഞ്ഞു, നല്ല കാര്യമാണ്, ഇങ്ങനെ പരിഹാരക്രിയകളൊക്കെ ചെയ്യുന്നത് നല്ലതാ. പക്ഷെ മുത്തശ്ശി വല്ലാത്ത ടെൻഷനായിരുന്നു. നവ്യയ്ക്ക് അവിടെ വെച്ച് സംഭവിച്ചു ഓർത്തിട്ട്. മോളെ നീ നോക്കിയും കണ്ടൊക്കെ നടക്കണ്ടേ, പ്രഗ്നന്റ് ആണെന്നറിയുമ്പോൾ അതിൻ്റെതായ രീതിക്ക് നടക്കണം. നീ ഒരു ചിന്തയില്ലാതെ ഇങ്ങനെ നടന്നിട്ടല്ലേ അങ്ങനെയൊക്കെ സംഭവിച്ചേ. അല്ല മുത്തശ്ശി, അവിടെ എണ്ണ കിടപ്പില്ലായിരുന്നു. പക്ഷെ പിന്നീട് എങ്ങനെയാ എന്താ സംഭവിച്ചതെന്ന് എനിക്ക് അറിയില്ല എന്ന് പറയാം. എപ്പോഴൊരു നോട്ടം വേണം കേട്ടോ മോളെ എന്ന് മുത്തശ്ശി ഉപദേശിക്കുന്നുണ്ട്. ഈ സമയം മുത്തശ്ശൻ പറഞ്ഞു, അബിക്ക് നാക്കെ ചൂലം കുത്തിയതൊക്കെ മുത്തശ്ശന് ഇഷ്ടപ്പെട്ടു. അങ്ങനെയെങ്കിലും നീ കുറെ സമയം മിണ്ടായിരിക്കല, ദുഷിച്ച വർത്താനം നീ പറയാതിരിക്കുമല്ലോ എന്നാ മുത്തശ്ശൻ പറഞ്ഞു. ഇത് കേട്ടപ്പോൾ അബിക്ക് വല്ലാത്ത ദേഷ്യം വന്നു. പക്ഷെ ഒന്നും മിണ്ടാൻ പറ്റില്ല. അബിക്ക് നാക്ക് പോലും അനക്കാൻ പറ്റാത്ത അവസ്ഥയില അബി ഇരിക്കണേ. നാക്കെ ചൂലം കുത്തിയതുകൊണ്ട്.
ജലജയാണെങ്കിലോ അതിനേക്കാൾ അപ്പുറത്താണ് ജലജ ഇരിക്കുന്നത്. പിന്നീട് ജലജ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് കനക അങ്ങോട്ട് വന്നു. കനക വന്നിട്ട് ചോദിച്ചു, വേദനയുണ്ടോ എന്ന് ചോദിക്കണം. പിന്നെ വേദനയില്ലാതെ ഞാൻ വേണേൽ വീശു വല്ലതും തരണോ, എന്തേലും ഉണ്ടെ പറഞ്ഞാൽ മതി, എന്തേലും വേണമെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ ആ സെക്കൻഡിൽ കൊണ്ടുതരാന്ന് പറയാം. എൻ്റെ മോളുടെ അമ്മായിമ്മയല്ലേ, അപ്പം നിങ്ങളെ നോക്കേണ്ട കടമയും കൂടെ എനിക്കില്ലേ, എൻ്റെ മോളെ നോക്കാനാ ഞാൻ ഇങ്ങോട്ട് വന്നേ, പക്ഷെ ഇപ്പം നിങ്ങളെയും കൂടെ നോക്കേണ്ട അവസ്ഥയാണ് വന്നിരിക്കണമെന്ന് പറയാം. മിണ്ടാതെ എൻ്റെ മുന്നിൽ നിന്ന് കടന്നു പൊക്കോ, അല്ലെ നിന്നെ ശരിയാക്കുമെന്ന് പറയാം. കനക പറഞ്ഞു, അതിന് എൻ്റെ നേർക്ക് എന്തിനാ ചാടിക്കടിക്കണമെന്ന് ചോദിക്കുകയാണ്. പിന്നീട് നവ്യ നേരെ ചെല്ലുന്ന അബിയുടെ അരിയിലേക്കാണ്. അബിയാണ് ഇങ്ങനെ നാക്കൊക്കെ ഇങ്ങനെ നീട്ടി വീശിക്കൊണ്ടിരിക്കുക. വേദന സഹിക്കാൻ പറ്റുന്നില്ല. എങ്ങനെയുണ്ട് അബി, സുഖമാണോന്ന് ചോദിക്കാം. ദേ എന്നും പറഞ്ഞൊരു കൈ ചൂണ്ടുന്നുണ്ട്, പക്ഷെ അവന് സംസാരിക്കാൻ പറ്റുന്നില്ല. അതെ, ഇല്ലാത്ത വില ഒപ്പിച്ചു വെച്ചിട്ടല്ലേ ഇതുപോലെ കിട്ടിയത്. വെറുതെ ഇരിക്കുകയാണെന്ന് എനിക്കറിയാം. എനിക്ക് നല്ല സംശയമുണ്ട്, ഞാൻ ആ തെന്നി വീണ സമയത്ത് അവിടെ നീയെങ്ങാനും ആണോ കൊണ്ട് എണ്ണ ഒഴിച്ചതെന്ന്. ഇത് വെറുതെ അനാവശ്യം പറയലെന്നൊക്കെ പറയാൻ വരുന്നുണ്ട്, പക്ഷെ അബിക്ക് ശരിക്കും അതും കൂടെ പറയാൻ പറ്റുന്നില്ല. അതെ, നീയെ വെറുതെ എന്നെ ഇല്ലാത്ത കാര്യമൊക്കെ പറഞ്ഞിട്ട് എന്നെ ഇതുപോലെ ഇത്രയും വരെ ആക്കി വെച്ചത് നിനക്കറിയാലോ. ഒരു തെറ്റും ചെയ്യാത്ത എന്നെയാ നീ ചതിച്ചത്, ആ നിർമ്മലിന്റെ പേരും പറഞ്ഞ്. അതൊക്കെ എനിക്ക് അത്ര പെട്ടെന്ന് മറക്കാൻ പറ്റുന്ന കാര്യമില്ല. അപ്പം നിനക്കൊരു ദേവി തന്ന ശിക്ഷയത് ഇനി ഇങ്ങനെ കാണിച്ചിട്ടുണ്ടല്ലോ, ഇതിനേക്കാളും വലിയ ശിക്ഷയായിരിക്കും കിട്ടാൻ പോകുന്നത്. ഇന്നും ഒരു ശൂലോ കുത്തിയുള്ളൂ, ഇനി ഇതുപോലത്തെ എന്തെങ്കിലും തരികട പരിപാടി ഒപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ശൂലമല്ല 9 ശൂലം നിന്റെ താക്കെ കൂടെ കുത്തി ഇറക്കുമെന്ന് പറയണം. പെട്ടെന്ന് അഭ്യം കഴിഞ്ഞിട്ട് നിന്നെ ഞാൻ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് ചെല്ലുവാണ്. നീ എന്ത് ചെയ്യാൻ പറ്റും, നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എന്തേലും ചെയ്താൽ ഈ സമയത്ത് ഞാൻ മുത്തശ്ശനെ വിളിക്കട്ടെ എന്ന് ചോദിക്കുകയാണ്. അപ്പിക്ക് പിന്നെ എന്തേലും പറയാൻ പറ്റുമോ? അബി ഒന്നും ഇടാതിരിക്കാം, നിനക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ടേ, എനിക്കൊരു അവസരം കിട്ടും, നീ എൻ്റെ അടുത്തേക്ക് തന്നെ വരും, നിനക്ക് നീ കാണിച്ചുതരാം. ഇപ്പം നിന്റെ ഒരു വയറ്റിലൊരു കുഞ്ഞുണ്ടെന്നും പറഞ്ഞില്ല നീ അഹങ്കരിക്കുന്നേ. ആ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ ഇല്ലാതാക്കാനാണ് ഞാൻ ശ്രമിച്ചത്, കഷ്ടകാലം പിടിക്കാനായിട്ട്. പറഞ്ഞിട്ട് കാര്യമില്ല, അധികം നാളൊന്നും നീ ഇങ്ങനെ മുന്നോട്ട് പോയില്ലേ, നിനക്കിട്ടുള്ള പണി ഞാൻ തരാമെന്ന് അബി മനസ്സിൽ പറയാണ്. പിന്നീട് രാത്രി കഴിഞ്ഞപ്പോൾ നയന എന്ത് ചെയ്യുക, നേരെ പൂജാമുറിയിലേക്ക് ചെല്ലുവാണ്. പൂജാമുറി ചെന്നിട്ട് ആ മുളപ്പാരി അടച്ചു വെച്ചിരുന്ന് ഒന്ന് മൂടി പൊക്കി നോക്കുവാണ്. പൊക്കി നോക്കിയപ്പോൾ ഞെട്ടിപ്പ്, ദൈവമേ മുളപ്പാരി ഒന്നും മുളച്ചിട്ടില്ല, ഇനിയിപ്പോൾ എന്ത് ചെയ്യും, ഇതെന്താ പറ്റി മുളയ്ക്കാത്ത? ഒരു പക്ഷേ ഈ കല്യാണം നടക്കണം, അനാമികയുടെ അനിയുടെ കല്യാണം ഒരു കാരണവശാലും മുടങ്ങിപ്പോയരുത്. ഇപ്പം എന്ത് ചെയ്തേ പറ്റുള്ളൂ. പിന്നീട് അവിടെ നിന്ന് പ്രാർത്ഥിക്കുകയാണ്, എൻ്റെ ഭഗവാനെ നീ എന്നെ കാത്തോണം, ഞാനിപ്പോൾ ഒരു തെറ്റ് ചെയ്യാൻ പോവാ. ഒരു പക്ഷേ അനിയുടെ അനാമികയുടെ കല്യാണം നല്ലതിന് വേണ്ടിയിട്ട് മാത്രമേ ഞാൻ ചെയ്യുന്നത്, അവരുടെ കല്യാണം നല്ല രീതിയിൽ തന്നെ നടക്കണം. കല്യാണം നടന്നില്ലെങ്കിലും മുത്തശ്ശന് സങ്കടമാവും, മുത്തശ്ശൻ എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ സഹിക്കാൻ പറ്റുന്ന കാര്യമില്ല. പോരാത്തന് അനാമയ്ക്ക് വല്ലാത്ത വിഷമം, ആ പെൺകുട്ടി ഒത്തിരിയധികം പ്രതീക്ഷയോടെ കൂടി കാത്തിരിക്കണേ, അപ്പം അതിൻ്റെ മനസ്സ് വേദനിക്കും. പിന്നീട് എന്ത് ചെയ്യണം, ആ മുളയ്ക്കാത്ത മുളപ്പാരി എടുത്തുകൊണ്ട് ഞാൻ പുറത്തേക്ക് വരുവാണ്. പുറത്തേക്ക് വന്നിട്ട് അവിടെ ഒരു മുളപ്പാരി ഇരിപ്പുണ്ടായിരുന്നു, വേറെ മുളപ്പാരി എന്ന് പറഞ്ഞാൽ നെല്ലൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ നോക്കി കഴിഞ്ഞപ്പോൾ അത് മുളച്ചു വന്നിട്ടുണ്ട്. അന്നാ തിരുമേനി പറഞ്ഞ സമയത്ത് വെറുതെ ഒരു ചട്ടിക്കകത്ത് കുറച്ച് നെല്ലൊക്കെ ഇട്ട് വെച്ചിരുന്നതാണ്, കൃത്യം അത് മുളച്ച് പൊങ്ങിയിട്ടുണ്ട്. ഭാഗ്യം രക്ഷപ്പെട്ടു. അങ്ങനെ മുളയ്ക്കാത്ത അവിടെ കൊണ്ടുപോയി വെച്ചിട്ട് ആ മുളച്ച നെല്ലുമായിട്ട് നേരെ അകത്തേക്ക് വരുവാണ്. അങ്ങനെ അത് അവിടെ കൊണ്ടുവന്ന് പൂജാമുറി വെച്ചു. എൻ്റെ ഭഗവാനെ എന്നോട് ക്ഷമിക്കണം, ഞാൻ ചെയ്യുന്ന തെറ്റാണെങ്കിൽ എന്നോട് പൊറുക്കണം, എനിക്ക് വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ടാ എന്നും പറഞ്ഞിട്ട് പ്രാർത്ഥിച്ചിട്ട് അത് അവിടെ അടച്ചു വെച്ചിട്ട് പോവാ. ഇനിയിപ്പോൾ പേടിക്കാനില്ല, അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഇത് മുളച്ചില്ലാതിൻ്റെ പേരിൽ അനിയുടെ അനാമികയുടെ വിവാഹം മുടങ്ങിപ്പോയാന് ചിന്തകളൊക്കെ ആയിട്ട് ഞാൻ നേരെ മുറിയിലേക്ക് പോവാണ്. അങ്ങനെ പിറ്റേ ദിവസം നേരം വെളുത്തപ്പോൾ കനക വന്ന് നോക്കുമ്പോൾ ദേവയാനി സിറ്റൗട്ടിൽ പത്രമൊക്കെ വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നേരെ കനക ദേവയാനിയുടെ അടുത്തേക്ക് ചെല്ലുവാണ്. ചെന്നിട്ട് പറഞ്ഞു, അല്ല എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറയാം. നിനക്ക് എന്താ പറയാനുള്ളത്? ഇന്നലെ ക്ഷേത്രത്തിൽ വെച്ച് പറഞ്ഞു ഓർമ്മയുണ്ടല്ലോ, ഉറഞ്ഞു തുള്ളി ഒരു സ്ത്രീ വന്ന്, ആ സ്ത്രീ പറഞ്ഞ എന്താ, മരുമോളെ അംഗീകരിക്കണം എന്നല്ലേ പറഞ്ഞേ. ഇതുവരെ ആയിട്ടും ദേവനി നിങ്ങൾ എൻ്റെ മോളെ അംഗീകരിച്ചിട്ടില്ല. ഇന്നലെ ക്ഷേത്രത്തിൽ വെച്ച് പോലും അങ്ങനത്തെ ഒരു സംഭവങ്ങളൊക്കെയാണ് നടന്നേ. അതുകൊണ്ട് ഞാൻ പറയുന്നതെന്ന് അനുസരിച്ച് ഇനി നിങ്ങൾ എൻ്റെ മോളെ ഒന്ന് അംഗീകരിക്കണമെന്ന് പറയാം. നിന്റെ മോളെ അംഗീകരിക്കാനോ? എൻ്റെ മകൻ അംഗീകരിച്ചിട്ടില്ല, പിന്നെ ഇനിയിപ്പം ഞാൻ അംഗീകരിക്കാൻ പോകുന്നത്. അതെ, അവളെ ഈ കുടുംബത്തിൽ നിങ്ങൾക്കൊരു അധികപ്പറ്റാണ് ഒരു കാര്യം ചെയ്യാം, ഞാൻ അവളെയും വിളിച്ചോണ്ട് അങ്ങോട്ട് പൊക്കോളാന്ന് പറയാം. നിങ്ങൾ കുറേ ദിവസമല്ലേ ഇത് തന്നെ പറയുന്നേ. ഓ, ഇനിയിപ്പം എൻ്റെ അച്ഛന് വേണ്ടിയിട്ട് ത്യാഗം ചെയ്യുന്നതായിരിക്കും പറയാൻ പോകുന്നില്ലേ? അല്ല, നിങ്ങൾക്ക് അത്ര നിർബന്ധമാണ്, നിങ്ങൾ വിളിച്ചോണ്ട് പോക്കോ, ഇവിടെ ആർക്കും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, അവൾ ഇവിടെ ഇല്ലെന്ന് ഓർത്തോണ്ട് ആർക്കും ഒരു കുഴപ്പം വരില്ല എന്ന് പറയാം. പെട്ടെന്ന് കനക പറഞ്ഞു, അതൊക്കെ വെറും ദേവേനൊരു തോന്നൽ മാത്രമല്ലേ. തോന്നലോ? എന്ത് സംഭവിക്കുമെന്ന് പറയുന്നത്? അവൾ ഇവിടെ ഇല്ലെങ്കിൽ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഇതുപോലെ സ്മൂത്തായിട്ട് പോകുന്ന നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കണം. പിന്നെ അവളുണ്ടായിട്ടല്ലേ ഇത്രയും കാലം ഇവിടെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നേ. അതൊക്കെ നിങ്ങളുടെ തോന്നലല്ലേ ദേവേനി. നിങ്ങൾ തന്നെ ഓർത്തേക്ക്, ഒരു ദിവസം അവളെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അവളിവിടെ ഉണ്ടെങ്കിൽ അവളെ എല്ലാവരും എത്ര വട്ടം വിളിക്കുന്നുണ്ടെന്ന്, പിന്നെ അവളെ വിളിച്ചത് തന്നെ അതൊക്കെ നിങ്ങൾക്ക് തോന്നുന്നു എന്ന് പറയണം. നമുക്കൊരു കാര്യം ചെയ്താലോ, ബെറ്റ് വെച്ചാലോ എന്ന് ചോദിക്കണം. ബെറ്റ് വെക്കാണ്.
എനിക്ക് സമ്മതമാണെന്ന് ദേവേനി പറയാണ്. പെട്ടെന്ന് കനക പറഞ്ഞു, ഒരു ദിവസം രാവിലെ തൊട്ട് നാളെയല്ല ഇന്ന് രാവിലെ തൊട്ട് ഇന്ന് രാത്രി വരെ അവളെ എത്ര പേര് എത്ര സമയം വിളിക്കുന്നുണ്ടോ നിങ്ങൾ ശ്രദ്ധിച്ചോണം. പിന്നെ അവളെ ആരും വിളിച്ചില്ലെങ്കിൽ നിങ്ങൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ അനുസരിച്ചോളാം എന്ന് പറയാം. പെട്ടെന്ന് ദേവേനി, ഇതാണ് വലിയ കാര്യം. പിന്നെ ഒരു കാര്യം ചെയ്യും, അവളെ നിങ്ങൾ മുറിയിൽ തന്നെ വെച്ചോ, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം എന്ന് പറയാം. ആയിക്കോട്ടെ എന്ന് കനക പറഞ്ഞു. ഞാൻ അവളെ എന്തെങ്കിലും കാരണം പറഞ്ഞ് മുറിക്കുള്ളിലാക്കിക്കോളാം. രാവിലത്തെ ഫുഡ് തൊട്ട് വൈകുന്നേരത്തെ വരെ കാര്യങ്ങളെല്ലാം ഞാൻ നോക്കിക്കോളാം. എനിക്കറിയാം നോക്കാനായിട്ട്. നിങ്ങളുടെ മോളെ ആരും ശല്യം ചെയ്യാൻ വരുന്നില്ല. അവളില്ലെങ്കിൽ ഈ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെ മുന്നോട്ട് പോകുന്ന ഞാൻ കാണിച്ചു തരാമെന്നും വെല്ലുവിളിച്ചൊരു ദേവേനെ അങ്ങോട്ട് പോവാണ്. കനക മനസ്സിൽ പറഞ്ഞു, ഇപ്പം ചെയ്തത് തന്നെ. ഒരു ദിവസം എത്ര വട്ടം എൻ്റെ മോളെ എല്ലാവരും വിളിക്കും നമുക്ക് കണ്ടറിയാമെന്നും പറഞ്ഞിട്ട് കനക അങ്ങോട്ട് പോവാണ്. പിന്നീട് ആദർശ് ഓഫീസിൽ പോകാൻ രാവിലെ ഇറങ്ങി വരുവാണ്. ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോഴത്തേനും അമ്മയെന്ന് വിളിക്കണം. എന്താ മോനെ? അമ്മേ നീ ഓഫീസിൽ പോകാൻ ഇറങ്ങണം. അതെ, ഒന്ന് ഇങ്ങോട്ട് ഞാൻ ടിഫിൻ എടുത്ത് വെക്കാമെന്ന് പറയണം. അങ്ങനെ അങ്ങോട്ട് ചെല്ലുവാണ്. ഈ സമയം ദേവേൻ്റെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, അതെ നിന്റെ മോളെ പുറത്തേക്ക് ഇറക്കണ്ട, മുറിക്കകത്ത് തന്നെ വെച്ചോളാൻ പറയണം. ശരി ശരി ആയിക്കോട്ടെ, അവളെ ആരും വിളിക്കാതിരുന്നാൽ മതി, വിളിച്ചില്ലെങ്കിൽ അവൾ ഇങ്ങോട്ട് ഇറങ്ങി വരത്തേയില്ല, ഞാൻ നോക്കിക്കോളാന്ന് പറയാം. ശരിയെന്ന് പറഞ്ഞങ്ങ് ചെന്നു. പിന്നീട് ആദർശിന് കഴിക്കാനുള്ള ഫുഡൊക്കെ എടുത്ത് കൊടുക്കുകയാണ്. അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ എടുത്ത് കൊടുത്ത് എല്ലാം നോക്കി ഇങ്ങനെ ദേവേനെ നിൽക്കുക. ഇടയ്ക്കിടയ്ക്ക് കനകനെ നോക്കുന്നുണ്ട്. കണ്ടോ എൻ്റെ മോൻ ഇതുവരെയായിട്ട് നിന്നെ വിളിച്ചില്ലല്ലോ എന്നൊരു മട്ടില്. കനക ഒന്നും മൈൻഡ് ചെയ്യാൻ നിന്നു. ഇങ്ങനെ ആദർശ് പോകാനായിട്ട് ഇറങ്ങുവാണ്. പോയിട്ടിറങ്ങി എന്നാൽ ശരിയുമ്പോൾ ഞാൻ പോയിട്ട് വരട്ടെ എന്ന് പറയണം. അങ്ങനെ ആദർശ് അങ്ങ് ഇറങ്ങി. ഈ സമയം ദേവേനി വന്നിട്ട് കനകയോട് പറഞ്ഞ്, കണ്ടില്ലേ ഇപ്പൊ എങ്ങനെയുണ്ട്? എൻ്റെ മോന് അന്വേഷിച്ചു പോലും ഇല്ല. നിന്റെ മോളെന്തേ മുറിക്കാത്തായിരിക്കുമല്ലേ, ഇതുവരെയായിട്ടും വിളിച്ചിട്ട് കൂടിയില്ല എന്ന് പറയാണ്. അങ്ങനെ നീ തോറ്റിരിക്കുവാന്ന് പറയാണ്. ഈ സമയത്താണ് ആദർശിന്റെ വിളി വന്നേ. നയനേന്ന് പറഞ്ഞ് ആദർശ് വിളിച്ചോണ്ട് അകത്തേക്ക് കയറി വരുക. ഇത് കണ്ട് ദേവേനി ഒന്ന് ഞെട്ടി, കനകയൊന്ന് ചിരിച്ചു. എന്താ മോനെ, എന്താ നീ തിരിച്ചു വന്നേ? അല്ലമ്മേ, ഞാൻ അവളുടെ ഒരു ഫയൽ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു, അവള് തന്നില്ല. നയനെ ഇങ്ങോട്ട് ഇറങ്ങി വരാൻ പറയാണ്. എൻ്റെ ഫയലും കൂടെ എടുത്തോണ്ട് വരാൻ പറയാം. പെട്ടെന്ന് നയനെ ആ ഫയലൊക്കെ ആയിട്ട് ഇങ്ങോട്ട് ഇറങ്ങി വരുവാണ്. ഇത് കണ്ടതും ദേവേനെ ഒന്ന് ഞെട്ടിത്തരിച്ച് നിൽക്കുക. കനക ഒരു ചിരിയൊക്കെ ചിരിച്ച് നിൽക്കുക. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.